ഞാൻ ഇന്നൊരു കഥ പറഞ്ഞു തരാം. ഉരുളുന്ന പന്തിന് പിന്നാലെ സ്വപ്നങ്ങൾ കൊണ്ട് നടന്ന ഒരു ജനതയുടെ കഥ. ഫുട്ബോൾ എന്ന വികാരത്തെ നെഞ്ചിലേറ്റി നടന്ന കുറച്ചുപേരുടെ കഥ. ഫുട്ബോൾ എന്നത് കേരളക്കാർക്ക് വെറുമൊരു കളി മാത്രമല്ല, അതൊരു വികാരം കൂടെയാണ്. യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഫുട്ബോളിനെ കേരളത്തിലെ ആളുകൾ എന്നും ആരാധിച്ചിരുന്നു. അർജന്റീനക്കും ബ്രസീലിനും പോർച്ചുഗലിനും ഫ്രാൻസിനും സ്പെയിനിനുമെല്ലാം കേരളത്തിൽ കിട്ടുന്ന സപ്പോർട്ട് കണ്ടാലല്ലേ അത് നമുക്ക് മനസ്സിലാകും. പുറം രാജ്യങ്ങളെയും പുറം രാജ്യത്തെ ക്ലബ്ബുകളെയും സപ്പോർട്ട് ചെയ്തിരുന്ന കേരളത്തിന് സ്വന്തമായി ഒരു ക്ലബില്ലായിരുന്നു. അവർക്ക് ആരാധിക്കാൻ അവർക്ക് സ്വന്തമായി ഒരു ടീമില്ലായിരുന്നു. വർഷം 2014 ക്രിക്കറ്റ് ദൈവം സച്ചിന് കീഴിൽ കേരളത്തിൽ നിന്നും ഒരു ഫുട്ബോൾ ക്ലബ്ബ് വരുന്നു. ഫുട്ബോളിനെ ജീവനായി കണ്ട കേരളത്തിലെ ആളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നത് വെറും ഒരു ക്ലബ്ബല്ലായിരുന്നു, അവരുടെ ജീവശ്വാസമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂട്ടുകെട്ടിയിറങ്ങിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച സപ്പോർട്ട് കുറച്ചൊന്നുമില്ലായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾക്ക് പോലും ഏറ്റവും കൂടുതൽ ഭയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെയായിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ നിരാശ മാത്രമായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും നിർഭാഗ്യവാന്മാരായ ക്ലബ്ബായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. കണ്ണീരിന്റെയും ഹൃദയം തകർത്ത കഥകളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലുണ്ട്. 2014 ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ ഫൈനൽ വരെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നു. എന്നാൽ ഫൈനലിൽ ATKയുമായി തോൽക്കേണ്ടി വരുന്നു. 2 വർഷങ്ങൾക്കപ്പുറം 2016 വീണ്ടും ഫൈനലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. എന്നാൽ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് വീണ്ടും ATK തന്നെ ആ മത്സരത്തിലും വിജയിക്കുന്നു. 2 തവണ കിരീടം കയ്യകലെ ലഭിച്ചിട്ടും കിരീടം നേടാനാവാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിരാശ ലഭിക്കുന്നു. 2022 ഒരിക്കൽ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് എത്തുമ്പോൾ അവിടെയും കിരീടം സ്വപ്നം കണ്ടിരുന്നെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹൃദയം തകർത്തുകൊണ്ട് ആ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കുന്നു. ഹൈദരാബാദുമായി ആ മത്സരത്തിലും തോറ്റി ഒരു കയ്യകലെ കിരീടം നഷ്ടപ്പെടുന്നു. ഒരിറ്റ് കണ്ണീരോടെയല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അതൊന്നും ആലോചിക്കാൻ കഴിയില്ല. അങ്ങനെ ISLന്റെ 11 സീസണുകൾക്ക് ശേഷം 12ാം സീസണും വരുന്നു. ഒരു ക്ലബിനെ എങ്ങനെയൊക്കെ സ്നേഹിക്കാം, അങ്ങനെയെല്ലാം കേരളത്തിലെ ജനങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്നേഹിച്ചു. തോൽവിയിലും നിരാശയിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ നിന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത് ഏറ്റവും ലോയലായിട്ടുള്ള കുറെ ആരാധകരെയായിരുന്നു. എന്നാൽ അതെല്ലാം നശിപ്പിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് തന്നെയാണ്. ഏറ്റവും മോശം മാനേജ്മെന്റ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 12ാം സീസൺ തുടങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. യാഥാർത്ഥ്യം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ പ്രതീക്ഷകളും ഇല്ലായിരുന്നു ഈ സീസണിൽ. ഒരു ക്ലബിലേക്ക് ആരാധകർ നൽകിയ വിശ്വാസത്തെയാണ് ക്ലബ്ബ് മാനേജ്മെന്റ് തകർത്തത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന തങ്ങളുടെ വികാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല മലയാളികൾ കേരളത്തിന്റെ കളി കാണാതെ ഇരുന്നത്. പണ്ട് ഗാലറി മഞ്ഞക്കടലായി ഒഴുകിയിരുന്നെങ്കിൽ ഇന്ന് ഗാലറിയിൽ പല സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധമാണ്. അല്ലാതെ ഒരിക്കലും ഞങ്ങളുടെ ക്ലബിനെ ഞങ്ങൾക്ക് വെറുക്കാൻ കഴിയില്ല. സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ഞങ്ങളുടെ ക്ലബിനെ. കാരണം ഞങ്ങളുടെ വികാരമാണ്, ഞങ്ങളുടെ അഹങ്കാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇനിയും ചിലപ്പോൾ ഞങ്ങൾക്ക് നിരാശ മാത്രമായിരിക്കും ഈ ക്ലബിൽ നിന്നും ചിലപ്പോൾ ലഭിക്കുക. കിരീടമെന്ന സ്വപ്ന സാഫല്യത്തിന് ഇനിയും വർഷങ്ങൾ എടുത്തേക്കാം. എങ്കിലും ഒന്നു മാത്രം പറയാം, ഒരിക്കലും ഈ ക്ലബിനെ ഞങ്ങൾ കൈവിടില്ല. മനസ്സിന്റെ ഉള്ളിൽ എന്നും മഞ്ഞപ്പടയുണ്ടാകും. ദിസ് ഈസ് അവർ കേരള, ദിസ് ഈസ് അവർ കൾച്ചർ. അതെ, കാത്തിരിക്കാൻ നമുക്ക് ഒരുമിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആ കിരീടം സ്വന്തമാക്കുന്ന സുവർണ നിമിഷത്തിന് വേണ്ടി.